തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ബജറ്റാണ്, ഇടക്കാല ബജറ്റാണ്. ശ്രീ രാജേന്ദ്രൻ പന്തളം ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ, വാഗ്ദാനങ്ങളൊക്കെ തന്നെ ഇത്തവണത്തെ നിർമ്മലാ സീതാരാമന്റെ ഈ 6ാമത്തെ ബജറ്റ് പ്രതീക്ഷിക്കാമല്ലോ. ആ നിലയ്ക്കുള്ള പ്രഖ്യാപനങ്ങളല്ലേ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും വളരെ ശക്തമായിട്ടുള്ള നിലയിലാണ്. ഇടക്കാല ബജറ്റ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കുമ്പോഴും ജൂലൈയിൽ വീണ്ടും വരാൻ പോകുന്നത് ഈ ഗവൺമെന്റ് തന്നെയായിരിക്കും, NDAയുടെ ഗവൺമെന്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വ്യക്തമായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുദിനം അത് കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. സാമ്പത്തികമായിട്ട് അതുകൊണ്ട് തന്നെ ഇടക്കാല ബജറ്റ് എന്ന് പറയുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് ബജറ്റ് തന്നെയായിരിക്കും. അതിനൊരു രാഷ്ട്രീയമുണ്ട്. തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ, പ്രത്യേകിച്ച് വനിതാ വിഭാഗത്തിന് വളരെ പ്രസക്തമായിട്ടുള്ളതും അനുകൂലമായിട്ടുള്ളതുമായിട്ടുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാവുമെന്ന് ന്യായമായി പ്രതീക്ഷിക്കാം. കാരണം വനിതാ സംവരണ ബിൽ പാസ്സാക്കിയതിനു ശേഷം വനിതകളെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള ധാരാളം പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. അതിലൊന്ന് മോദിയും പ്രധാനമന്ത്രി മോദി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പുതിയ ചാതുർവർണ്ണ്യം. അതിൽ അവർ ഊന്നൽ കൊടുത്തിരിക്കുന്നത് സ്ത്രീകൾക്ക്, അതുപോലെ യുവജനങ്ങൾക്ക്, അതുപോലെ കർഷകർക്ക്, രാജ്യത്തെ കർഷകർക്ക്, അതുപോലെ തന്നെ ആദിവാസി വിഭാഗങ്ങൾക്ക്. അപ്പൊ അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ കർഷകർ പ്രിയമായിട്ടുള്ള രാസവള സബ്സിഡികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ 6000 രൂപ വാർഷിക തുകയായിട്ട് കർഷകർക്ക് നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്നു. അതിന്റെ തുക വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ യുവജന സ്റ്റാർട്ടപ്പുകൾ, അതുപോലെ തന്നെ സ്റ്റാൻഡപ്പ് ഇന്ത്യ തുടങ്ങിയ പ്രോജക്റ്റുകൾ വളരെ മുമ്പേ തന്നെ ഉണ്ടല്ലോ. അപ്പൊ അതിലൊക്കെ കൂടുതൽ യുവജനങ്ങളെ ആകർഷിക്കാനുള്ള സംഗതികളൊക്കെ ഈ ബജറ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ആ യുവജനങ്ങളെ എപ്പോഴും പ്രധാനമന്ത്രി അഡ്രസ് ചെയ്യാറുണ്ട്. ഭാവി ഭാരതം അവരിലാണ് ഉണ്ടാവുന്നത്. കാരണം 2047 ആവുമ്പോൾ ഭാരതം ഒരു വികസിത രാജ്യമാവുകയാണ്. അപ്പോ ഈ യുവജനങ്ങളും അവർക്ക് പിന്നാലെ വരുന്ന ബഹുമാനക്കാരും ഒക്കെ ആയിരിക്കും രാജ്യത്തിന്റെ ചുക്കാൻ പിടിക്കുക എല്ലാ മേഖലകളിലും, ഭരണത്തിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും. അപ്പൊ അവരെ ഊന്നിയുള്ള പദ്ധതികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ പ്രാവശ്യം അദ്ദേഹം കയ്യിലെടുക്കാൻ ശ്രമിക്കുന്ന വനിതകളെ തന്നെയായിരിക്കും. വനിതാ സംവരണ ബിൽ പാസ്സാക്കിയതിന്റെ ഒരു ക്രെഡിറ്റ് അദ്ദേഹം നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. ആ ക്രെഡിറ്റ് കുറച്ചുകൂടി മുന്നോട്ട് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഗുണങ്ങൾ ലഭിക്കുകയില്ലെങ്കിലും വനിതകൾക്ക് മൊത്തത്തിൽ ഗവൺമെന്റിനോട് ഒരു മനോഭാവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു കോൺസെപ്റ്റിലായിരിക്കും അവരെ കൂടുതൽ ഈ ഗവൺമെന്റിനോട് അടുപ്പിക്കാനും ഈ ഗവൺമെന്റിന് വേണ്ടി വോട്ട് ചെയ്യാനും പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞ സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞ പോലെ വാഹനങ്ങളുടെ കാര്യത്തിൽ അവയുടെ ഹരിത ഹരിത ഊർജത്തിലുള്ള ഊന്നൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെയുള്ള വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കും. ബാറ്ററികൾ, അതുപോലെ തന്നെ ബാറ്ററികൾക്ക് വേണ്ടിയിട്ടുള്ള സബ്സിഡികൾ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ വലിയ വിലയാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സബ്സിഡി ഉണ്ടായിട്ട്. അപ്പൊ അത് കുറെ കൂടി കുറച്ചെങ്കിൽ മാത്രമേ കൂടുതൽ പേര് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ ബാറ്ററി, അതിന്റെയും വില കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ധാരാളം നിർദ്ദേശങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. വെറും ഒരു വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കില്ല എന്നുള്ള വ്യക്തമാണ്. തെരഞ്ഞെടുപ്പിന് BJPക്ക് വിജയം ഉറപ്പാക്കുന്ന തരത്തിലുള്ള ധാരാളം പ്രഖ്യാപനങ്ങൾ തീർച്ചയായും അത് തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷം ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് കൃത്യമായ രീതിയിൽ ഒരു ഇലക്ഷൻ പ്രചരണം